നമുക്ക് 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ ഒരു നിയമമുണ്ടായിരുന്നു. ഗോത്രത്തിന്റെ അഭിമാനമാണ് എല്ലാത്തിലും വലുത്, ഒരു വ്യക്തിയുടെ പ്രണയത്തെക്കാൾ പോലും. അങ്ങനെയുള്ളൊരു ലോകത്താണ് ഒരു പ്രണയം പതിയെ പതിയെ ഭ്രാന്തായി മാറിയൊരു ഇതിഹാസ കഥ തുടങ്ങുന്നത്. ലൈലയുടെയും മജ്നൂന്റെയും കഥ. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലേ ഈ കഥയുടെ ആത്മാവെന്താണെന്ന്. ഒന്നാമത്തേത് തീവ്രമായ പ്രണയം, പിന്നെ അതിനേക്കാൾ തീവ്രമായ വിരഹം. ശരിക്കും ഈ കഥയുടെ തുടക്കം മുതൽ തന്നെ അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല എന്നൊരു വേദനയുടെ നിഴലിങ്ങനെ വീണുകിടക്കുന്നു. ഏതൊരു വലിയ ദുരന്തകഥ എടുത്തു നോക്കിയാലും അതിന്റെയൊക്കെ തുടക്കം ഭയങ്കര നിഷ്കളങ്കമായ ഒരു കാലഘട്ടത്തിലായിരിക്കും. ലൈലയുടെയും മജ്നൂന്റെയും കഥയും ഒട്ടും വ്യത്യസ്തമല്ല. അവരുടെ പ്രണയം തുടങ്ങുന്നത് കൗമാരത്തിലെ ആ ഒരു തീവ്രതയിലൊന്നുമല്ല, മറിച്ച് കളങ്കമില്ലാത്ത കുട്ടിക്കാലത്തെ ഒരു സൗഹൃദത്തിൽ നിന്നാണ്. അവരുടെ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാല് ആ ഒരു നിഷ്കളങ്കത തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മരുഭൂമിയിലെ മണലിൽ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ കണ്ണുകൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഖൈസ് ഒരു കവിയായിരുന്നു. അതുകൊണ്ടുതന്നെ ആ ഒരു നിമിഷം മുതൽ അവന് ലൈലയല്ലാതെ വേറൊരു ലോകമുണ്ടായിരുന്നില്ല. അവൻ അവൾക്ക് വേണ്ടി രഹസ്യമായി തുകൽ കഷ്ണങ്ങളിലൊക്കെ കവിതകൾ എഴുതും. അത് ശരിക്കും അവരുടെ മാത്രം ലോകത്തേക്കുള്ള ഒരു താക്കോല് പോലെയായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്തെ ആ ഒരു രഹസ്യ പ്രണയം പതിയെ കൗമാരത്തിലേക്ക് കടന്നപ്പോൾ അതിന്റെ സ്വഭാവമങ്ങ് മാറി. കൈസന്റെ കവിതകൾക്കതുവരെയുണ്ടായിരുന്ന ആ ഒരു രഹസ്യ സ്വഭാവം ഇല്ലാതായി. അവൻ പരസ്യമായി പാടാൻ തുടങ്ങി. സ്നേഹത്തിന്റെ ഈ ഒരു പരസ്യമായ പ്രഖ്യാപനം അവരെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ പ്രതിസന്ധിയിലേക്കായിരുന്നു. അവൻ പോകുന്ന വഴികളിലൊക്കെ എവിടെ നോക്കിയാലും അവൻ ലൈലയുടെ പേരിങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങി. അതും പോരാഞ്ഞ ഗോത്രത്തിലുള്ള എല്ലാവരും കേൾക്കെ അവൻ അവളെക്കുറിച്ചുള്ള കവിതകൾ ഉറക്ക പാടി. ഇത് വെറുമൊരു പ്രണയപ്രകടനമായിരുന്നില്ല, അതായിരുന്നു പ്രശ്നം. അതൊരു സാമൂഹിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ കാലത്തുനിന്ന് നോക്കുമ്പോൾ ഹൈസ് ചെയ്തത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അന്നത്തെ ഗോത്ര നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ലൈലയുടെ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയൊരു അപമാനമായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയുടെ പേര് അതവളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ ഭാഗമായി. പരസ്യമായി കവിത പാടിയതിന്റെ ഫലമെന്തായിരുന്നു? അത് വളരെ കഠിനമായിരുന്നു. ലൈലയുടെ അച്ഛൻ ഗോത്രത്തിന്റെ അഭിമാനത്തിന് സ്വന്തം ജീവനേക്കാൾ വില കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം അവളെ നേരെ വീട്ടുതടങ്കലിലാക്കി. അതോടുകൂടി ഖൈസിന്റെ ലോകം ശരിക്കും തലകീഴായി മറിഞ്ഞു. ഒരു വേർപാട് അതായിരുന്നു ഖൈസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. കാരണം ആ വേദന അവനെ വേറൊരു മനുഷ്യനാക്കി മാറ്റി. സമൂഹം അവനൊരു പുതിയ പേര് കൊടുത്തു, മജ്നൂൻ. ശരിക്കും പറഞ്ഞാൽ ഖൈസ് എന്ന കവി അവിടെ മരിക്കുകയായിരുന്നു. പകരം മജ്നൂൻ എന്ന ഇതിഹാസം ജനിക്കുകയായിരുന്നു. അവന്റെ ഈ മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ആദ്യം വന്നത് കടുത്ത നിരാശയായിരുന്നു. പിന്നെ പതിയെ പതിയെ അവൻ സ്വയം മറന്നു തുടങ്ങി. ഖാവാതെ കുടിക്കാതെ അലഞ്ഞു തിരിഞ്ഞ്. ഇത് കണ്ട സമൂഹം എന്തു ചെയ്തു? അവനെ ജിന്ന് ബാധിച്ചതാണെന്ന് പറഞ്ഞ് മജ്നൂൻ എന്ന് പേരിട്ട് വിളിച്ചു, അതായത് ഭ്രാന്തൻ. പക്ഷേ അവൻ ആ പേരിനെ വെറുക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് ലൈലയോടുള്ള തന്റെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. മകന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അവന്റെ അച്ഛൻ ഒരു അവസാന ശ്രമം നടത്തുകയാണ്. എല്ലാ വൈദ്യന്മാരും മന്ത്രവാദികളുമൊക്കെ തോറ്റു. അപ്പോ അദ്ദേഹം ദൈവത്തിൽ അഭയം തേടി. മക്കയിലേക്ക് ഒരു തീർത്ഥാടനം. ഒരു പക്ഷേ ഈ യാത്ര ഒരു മാറ്റം കൊണ്ടുവന്നാലോ? പക്ഷേ അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാബയിലെത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ചത് തന്റെ അസുഖം മാറാനായിരുന്നില്ല. നേരെ മറിച്ച് ലൈലയോടുള്ള പ്രണയം 10 മടങ്ങ് കൂട്ടണേ എന്നായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവന്റെ പ്രണയത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന്. അവനതിനൊരു അസുഖമായിട്ടേ കണ്ടില്ല. അതായിരുന്നു അവന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. ലോകം ഭ്രാന്തെന്ന് വിളിച്ചതിനെ അവൻ ദൈവികമായ ഒന്നായിട്ടാണ് കണ്ടത്. അപ്പോ ദൈവത്തിന്റെ സഹായം പോലും പ്രണയം കൂട്ടാനാണ് അവൻ ഉപയോഗിച്ചത്. അതോടെ അച്ഛനു മനസ്സിലായി ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂവെന്ന്, ഒരു സാമൂഹികമായ പരിഹാരം. അങ്ങനെ അദ്ദേഹം ഔദ്യോഗികമായി ലൈലയുടെ വീട്ടിലേക്ക് ഒരു വിവാഹ അഭ്യർത്ഥനയുമായി പോയി. കൂടെ ഒരുപാട് സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. ലൈലയുടെ അച്ഛന്റെ മറുപടി ഒരു ചാട്ടവാറടി പോലെയായിരുന്നു. അദ്ദേഹം ചോദിച്ചതിതാണ്, എന്റെ കുടുംബത്തെ അപമാനിച്ചതിനെയാണോ നിങ്ങൾ പ്രണയമെന്ന് വിളിക്കുന്നത്? ഒരു ഗോത്രത്തിന്റെ അഭിമാനത്തിനു മുന്നില് ഒരു ചെറുപ്പക്കാരന്റെ പ്രണയത്തിനൊരു വിലയുമില്ലെന്ന് അവിടെ തെളിഞ്ഞു. അതോടെ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതായി. ആ ഒരു തിരസ്കാരത്തോടുകൂടി ഖൈസ് എന്ന മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതായി. അവൻ പിന്നെ അവിടെ നിന്നില്ല. തന്റെ ഗോത്രത്തെയും കുടുംബത്തെയും സ്വന്തം പേരിനെപ്പോലും ഉപേക്ഷിച്ച് ആ വിശാലമായ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി.
എന്നേക്കുമായി മജ്നൂൻ മാത്രമായി ജീവിക്കാൻ. അങ്ങനെ അവർ ശാരീരികമായി എന്നേക്കുമായി വേർപിരിഞ്ഞു. പക്ഷേ അവരുടെ വിധി മറ്റൊരിടത്ത് ഒരുപോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും തടവുകാരായിരുന്നു. പക്ഷെ അവരുടെ തടവറകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. ഒരാൾ സമൂഹത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ തടവിലായി, മറ്റൊരാൾ ആ നിയമങ്ങൾക്കെല്ലാം പുറത്തു. ഒരു താരതമ്യം നോക്കിയാൽ നമുക്ക് അവരുടെ അവസ്ഥയുടെ ഒരു വിരോധാഭാസം ശരിക്കും മനസ്സിലാവും. ലൈല ജീവിച്ചത് ഒരു സ്വർണ്ണക്കൂട്ടിനുള്ളിലായിരുന്നു, പരിചാരകർക്ക് നടുവിൽ. അതേസമയം മജ്നൂൻ അനന്തമായ മരുഭൂമിയിൽ വന്യമൃഗങ്ങളുടെ കൂട്ടുകാരനായി. അവൾക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷെ അവനോ ലൈലയുടെ ആത്മാവിനെയാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരും തടവറയിൽ തന്നെ. ലൈലയുടെ ജീവിതം ശരിക്കും ഒരു സ്വർണ്ണക്കൂട്ടിലെ പക്ഷിയെ പോലെയായി മാറി. ധനികനും ദയുള്ളവനുമായ ഒരാളെ കൊണ്ട് അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. പക്ഷെ ആദ്യ രാത്രിയിൽ തന്നെ അവൾ ഭർത്താവിനോട് പറഞ്ഞു, എന്റെ ഹൃദയവും ആത്മാവും മറ്റൊരാൾക്കുള്ളതാണെന്ന്. അദ്ദേഹം ആ വാക്കിനെ മാനിച്ചു. അങ്ങനെ ജീവനില്ലാത്തൊരു ശരീരം പോലെ അവൾ ആ വീട്ടിൽ ജീവിച്ചു. തന്റെ ഹൃദയം മജ്നൂനുള്ളതാണെന്ന വാക്ക് അവൾ മരിക്കുന്നതുവരെ പാലിച്ചു. അതേസമയം മനുഷ്യർ ഉപേക്ഷിച്ച മജ്നൂനെ പ്രകൃതിയാണ് സ്വീകരിച്ചത്. മരുഭൂമിയിലെ മൃഗങ്ങളൊന്നും അവനെ ഭ്രാന്തനെന്ന് വിളിച്ചില്ല. പകരം അവരവന്റെ കൂട്ടുകാരായി അവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അവിടെ വെച്ചാണ് അവന്റെ കവിതകൾക്ക് ഒരു പുതിയ താലം വരുന്നത്. അത് ലൈലയെക്കുറിച്ച് മാത്രമല്ലാതായി. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും അവന് ദൈവികമായ സ്നേഹം കാണാൻ തുടങ്ങി. ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാതെ പോയ അവരുടെ കഥയിൽ മരണം ഒരു പുതിയ അധ്യായം എഴുതിച്ചേർക്കാൻ പോവുകയായിരുന്നു. അവരുടെ പ്രണയത്തെ ഈ ലോകത്ത് എന്നേക്കുമായി അടയാളപ്പെടുത്തിയ ആ അവസാനത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ലൈലയുടെ ഭർത്താവ് ദുഃഖം കൊണ്ട് മരിച്ചുപോയി. അപ്പോ ലൈല സ്വതന്ത്രയായി, അല്ലേ? പക്ഷേ പാരമ്പര്യങ്ങളും സ്വന്തം ദുഃഖവും അവളെ തളച്ചിട്ടു. അധികം വൈകാതെ ഹൃദയം തകർന്ന് ലൈലയും മരിച്ചു. ഈ വിവരമറിഞ്ഞ മജ്നൂനെ ആളുകൾ അവളുടെ ശവകുടീരത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അവൻ കരഞ്ഞു. തന്റെ പ്രണയത്തിനുവേണ്ടി അവസാനത്തൊരു കവിത കൂടി എഴുതി. പിന്നെ അവിടം വിട്ടു പോകാൻ കൂട്ടാക്കിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് ആളുകൾ നോക്കുമ്പോൾ ലൈലയുടെ ശവകുടീരത്തിൽ കിടന്ന് മജ്നൂനും മരിച്ചിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാത്ത അവരെ മരണത്തിൽ ഒന്നിപ്പിച്ച് അടുത്തടുത്തായി അടക്കം ചെയ്തു. അങ്ങനെയാണ് അവരുടെ ആ ഒരു വ്യക്തിപരമായ ദുരന്തം ലോകം മുഴുവൻ അറിയുന്ന ഒരു ഇതിഹാസമായി മാറിയത്. അവരുടെ ശവകുടീരം പിന്നീട് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി. ലോകത്തിന്റെ പരീക്ഷണങ്ങളെ നേരിടുന്ന എല്ലാ പ്രണയികൾക്കും ഒരു പുണ്യസ്ഥലം. ലോകം എത്രയൊക്കെ എതിർത്താലും തളരാത്ത പ്രണയത്തിന്റെ ഒരു പ്രതീകമായി അത് മാറി.